എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മാഗീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഒലത്തിയതാണ്. ബീഫ് ഒലത്ത്. അതിന് വേണ്ടത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ബീഫ് എടുത്തിട്ടുണ്ട്, മുറിച്ച് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അതിലേക്ക് 4 ഉള്ളി, ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇടിച്ച മുളകാണ്, പിന്നെ ഒരു ഇത്തിരി കാശ്മീരിന്റെ ചില്ലി പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഉണ്ടാക്കാം. നമുക്കിനി ഇത് ഒന്ന് പാകാക്കി. ഇപ്പം ബീഫ് ഇതാ എല്ലാം പാകമായിട്ടുണ്ട്. ബീഫ് വേവിച്ചു. പിന്നെ അതേപോലെ ഒരു മുറി തേങ്ങ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഉള്ളിയില്ലേ, അതും പൊരിച്ചിട്ട് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പാകം ചെയ്യാം. ഗ്യാസ് കത്തിച്ചു, ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പൊ തേങ്ങ കൊത്ത് ഉള്ളിയെല്ലാം വറുത്ത ബാക്കി വെളിച്ചെണ്ണയാണേ, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക് കീറിയതാണ് കേട്ടോ. നല്ലോണം മൂക്കണം. ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കാശ്മീർ ചില്ലിന്റെ പൊടി എടുത്ത് വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ 1 കിലോ ബീഫിനാണ് പിന്നെ ഞാൻ ഇതിന് ഒരു അരക്കോപ്പ കാശ്മീർ ചില്ലി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇടിമുളകാണ്. ഇത് അധികം ഇടേണ്ട ആവശ്യമില്ല, കാരണം എരിവാണെങ്കിൽ പിന്നെ ഇടിമുളകും മറ്റേ എരിവുള്ളതാണ്. അപ്പം അത് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി. മഞ്ഞളെല്ലാം ഞാൻ പാകത്തിന് ആ മുളക് പൊടിന്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ഞാൻ ഇറച്ചി വേവിക്കുമ്പോ പിന്നെ കുറച്ച് ഉപ്പിട്ടിന്. ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയൊരു സ്പൂണിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇത് സ്പൂണ് ഇങ്ങനെയാണ്, അപ്പൊ അതിന് ഒരു 3 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് പേടി ഈ എരിവ് അധികമാകുമെന്ന് സംശയിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ഇടിമുളക് ഭയങ്കര എരിവുള്ളതാണ്. അതേപോലെ ഒരിത്തിരി ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ വേണ്ടു. അപ്പൊ നമ്മള് ചേരുവകളെല്ലാം ഇതിലായി. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തേ.
ഞാനിപ്പോ ഇത് കുറച്ച് ബീഫിന്റെ കുറച്ച് വെള്ളം ഉണ്ട്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, വേണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട. വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ, മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പൊ തൽക്കാലം മല്ലിയില ഇല്ല. തേങ്ങ കൊത്താന്നേ ഞാൻ ഇട്ട് കൊടുക്കുന്ന. അതേപോലെ തന്നെ ഉള്ളി വറുത്ത് വെച്ചത്, ഇതില്ലേ. അപ്പൊ നമ്മളെ ബീഫ് ഒലത്ത് ഇട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാ. ഇപ്പം പിന്നെ മറ്റേ നമ്മളെ ക്രിസ്മസാ വരുന്നത്. അപ്പൊ ബിരിയാണിന്റെ കൂടെ സൈഡായിട്ട് ബീഫ് അലത്തിയതും കൂടി ഉണ്ടാക്കുക. ഇത് ഞാനിപ്പം പറയുന്നത് എന്റെ പള്ളിയിലുള്ള ആൾക്ക് വേണ്ടിയാണ് കേട്ടാ. ക്രിസ്മസിന് എല്ലാരും ചിലപ്പോ നമ്മളെ ഇവിടെയുള്ള ആൾക്കാരൊന്നും ആക്കൂല, പക്ഷെ ഞാൻ പള്ളിയിലുള്ളവര് കേൾക്കാനും കൂടിയാ പറയുന്നത്. നമ്മളെ ക്രിസ്മസാ വരുന്നത്. അപ്പൊ ബിരിയാണി ആക്കുന്നവര് അതിന്റെ കൂടെ ബീഫ് ഉലത്തിയതും, ഇതിന്റെ പണി വിചാരിച്ചിട്ട് ആരും ആക്കാണ്ട് നിൽക്കണ്ട, എല്ലാവരും ആക്കി നോക്കുക. നല്ല ടീൽ വരുമ്പോ എല്ലാരും ഇത് ഉണ്ടാക്കി വെച്ച് വന്നാല് പോയപാട് അപ്പവും ബീഫ് ഉലത്തിയതും കഴിക്കുക. എല്ലാവർക്കും എന്താ പറയണ്ടേ, ക്രിസ്മസ് ആശംസകളും അതേപോലെ പുതുവത്സരാശംസകളും എല്ലാം നേരുന്നു. ഇടക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയാം. പിന്നെ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടാ. ഉണ്ടാക്കിയിട്ട് എന്നോട് പറയണം. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി ഒറ്റക്ക് തിന്നല്ലേ എന്നെല്ലാം പറഞ്ഞില്ലേ, പക്ഷെ എനിക്ക് നിങ്ങളെ വീടൊന്നും അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുത്തരൊക്കെ. നല്ലൊരു ഇതേപോലെ എന്തെങ്കിലും നല്ലൊരു പിന്നെ ടിഷ്യൂ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ടാറ്റ ബൈ.